മലയാറ്റൂർ സാറിൻ്റെ ഈ യന്ത്രം എന്ന നോവൽ വായിക്കുമ്പോൾ ബാലചന്ദ്രനും ജെയിംസും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരിക വൈദേഹിയുടെ മേശപ്പുറത്ത് ആ ടൈപ്പ് റൈറ്ററിൻ്റെ അപ്പുറത്തിരിക്കുന്ന മലയാറ്റൂർ സാറിനെയാണ്. ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നതിന് പകരമായിട്ട് ഒരു കാലഘട്ടത്തിൽ മലയാറ്റൂർ സാർ എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിക്കുന്നതാവും ശരി. പതിവ് ചിന്തകൾക്ക് പകരം അസാധാരണമായിട്ട് ചിന്തിക്കാൻ അത്രമാത്രം എന്നെ പഠിപ്പിച്ച മറ്റൊരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. എൻ്റെ ഭാവനകളിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ചോദിക്കും, സാർ ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. അദ്ദേഹം ഒരു കടലാസ് എടുത്ത് അതിൽ മാർക്കിംഗ് പെന്നുകൊണ്ട് വലുതാക്കിയിട്ട് എഴുതിയിട്ട് കാണിക്കും, തിങ്ക് ബിഗ്. 1996 മാജിക് അക്കാദമി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ബൈലോ മുഴുവൻ തൻ്റെ ഒറ്റ വിരൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന ടൈപ്പ് റൈറ്ററിൽ ഇങ്ങനെ കുത്തി 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 അടിച്ചുണ്ടാക്കിയത് ഇന്നും അതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. മാജിക് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ എതിർപ്പുകളും അപവാദ പ്രചരണങ്ങളും അക്കാദമിക്കെതിരെയുള്ള പത്രസമ്മേളനങ്ങളും ഒക്കെ പടിപടിയായിട്ട് വരാൻ തുടങ്ങി. ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഊമക്കത്തുകൾ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങി. ഓരോന്നും കാണുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വേവലാതിയിൽ ഞാൻ അതും കൊണ്ട് വൈദേഹിയിലേക്ക് കുതിക്കും. കത്തും വാർത്തയൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ കാണിക്കുമ്പോൾ അത് ഒന്ന് വായിച്ച് നോക്കാൻ പോലും സമയം കളയാതെ അദ്ദേഹം അതിനെ നിസ്സാരമായിട്ട് ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയും. എന്നിട്ട് പറയും, നീ നിന്നിലേക്ക് നോക്കിയിട്ട് ജീവിക്കാൻ പഠിക്കടാ. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിന്നെയും നോക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും എവിടെ എത്താൻ പറ്റില്ല. പ്രതിച്ഛായയിലേക്ക് നോക്കി ജീവിക്കുന്നതിൻ്റെ ആ അപകടം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ജീവിക്കാൻ സമയം കിട്ടില്ല. മലയാറ്റൂർ സാറ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും പറയുകയാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്നത്. പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ അതൊരു തരം തടവറയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു നിഴൽ മാത്രമാണ്. ഒരു കഥയുണ്ട്. ഒരു കൊച്ചുകുട്ടി മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ്റെ നിഴലിലേക്ക് ശ്രദ്ധിച്ചത്. അതൊരു പ്രഭാതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നിഴൽ അവന് മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. അവന് ആ നിഴലിൻ്റെ തലയിൽ ഒന്ന് തൊടണം എന്ന് തോന്നി. അവൻ കൈനീട്ടി. പക്ഷേ ആ നിഴലിൽ അവൻ്റെ തല കുറേ മുന്നിലായിരുന്നു. അവൻ മുന്നോട്ട് നടന്നു. അപ്പം നിഴലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ വീടിൻ്റെ ഗേറ്റും കടന്ന് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു. എതിരെ നടന്നു വരുന്ന അവൻ്റെ അധ്യാപകൻ അത് കണ്ടു. അവനോട് ചോദിച്ചു, കുട്ടി നിനക്ക് എന്താ പറ്റിയത്? അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ നിഴലിൻ്റെ തലയിലൊന്ന് തൊടണം. മാഷ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ സ്വന്തം തലയിൽ തൊടുവിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നിഴലിൻ്റെ കൈയും അവൻ്റെ നിഴലിൻ്റെ തലയിൽ തൊടുന്നത് അവൻ കണ്ടു. മാഷ് പറഞ്ഞു, നീയും നിൻ്റെ തലയും മാത്രമാണ് യാഥാർത്ഥ്യം. ആ നിഴൽ നിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ആ നിഴലും മാഞ്ഞു പോവും. അപ്പോഴും നീ ഇവിടെ തന്നെ ഭൂമിയിലുണ്ടാവും. അതുകൊണ്ട് നീ നിന്നിലേക്ക് നോക്കി ജീവിക്കാൻ പഠിക്ക്. ഇത് തന്നെയാണ് അന്ന് മലയാറ്റൂർ സാർ എന്നെ പഠിപ്പിച്ച പാഠം. ജീവിതം ഒരു പാഠപുസ്തകം.